നമുക്ക് ഓർമ്മയാകുന്ന സമയം മുതൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയാൽ നമുക്കത് തീർത്താൽ തീരാത്ത നഷ്ടവും സങ്കടവും ഒക്കെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ എന്തിനാ ഇത് പറയുന്നതെന്നല്ലേ, ഒരു കാര്യമുണ്ട്. 2 ദിവസമായിട്ട് ഒരു കാക്ക ആകെ വയ്യാത്തതുപോലെ ഒരു നടപ്പായിരുന്നു. ആകെ ക്ഷീണിച്ച് വയ്യാതെ ഒരു മൂലയ്ക്ക് ഇരിപ്പായിരുന്നു. അടുത്ത് ചെന്നാൽ പെട്ടെന്ന് പറന്നു പോകുമെങ്കിലും ആൾ അത്രയ്ക്ക് ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ഉച്ചയ്ക്ക് ജോലിയൊക്കെ ഒന്ന് ഒതുക്കി അങ്ങോട്ട് ഇരുന്നപ്പോഴാണ് ഒരു കൂട്ടം കാക്കകളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുന്നത്. ഒന്നുകിൽ കാക്കക്കുഞ്ഞ് തറയിൽ വീണ് കാണും, അല്ലെങ്കിൽ പരസ്പരം സ്നേഹമുള്ളവരെ പോലെ കാക്കകൾ തമ്മിൽ അടി കൂടിയതായിരിക്കും എന്ന് കരുതി. നോക്കിയപ്പോഴാ സംഗതി പിടികിട്ടിയത്. ആ വയ്യാത്ത കാക്കയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇതിനെ ഇവിടെ തന്നെ ഇട്ടിരുന്നാൽ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ കടിച്ചു കയറും, അല്ലെങ്കിൽ ഈ കാക്കകൾ തന്നെ കൊത്തി വലിച്ച് കിണത്തിലിടും. പിന്നെ ഞാൻ ഒട്ടും വെയിറ്റ് ചെയ്തില്ല, പണിയായുധങ്ങളും എടുത്ത് കാക്ക അങ്ങോട്ട് കുഴിച്ചിടാമെന്ന് കരുതി. കൈവച്ചെടുക്കാനുള്ള പേടിയുണ്ട്, ഒരു കവർ വെച്ച് പിടിച്ച് പറമ്പിലേക്ക് നടന്നു. ഞാൻ അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ഏരിയയിൽ എവിടെയും ഇതുവരെ കാണാത്ത കാക്കകൾ വരെ പറന്നു വന്നു. തലക്കിട്ട് കൊത്തു തരുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഒരു സമാധാനം ഇല്ലാത്ത പോലെ അവരെല്ലാം അലമുറയിട്ട് കരയുമായിരുന്നു. സംഗതി കുഴിച്ചിടുവാന്ന് മനസ്സിലായത് കൊണ്ടാണോ എന്നറിയത്തില്ല, അവർ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ശാന്തരായി. ചെറിയൊരു കുഴിയെടുത്ത് അതിനെ അങ്ങോട്ട് കുഴിച്ചിട്ടു. ഒരു പാറക്കല്ലും അങ്ങോട്ട് മുകളിൽ വെച്ച് കൊടുത്തു. ഇല്ലെങ്കിലേ പട്ടി മാന്തി എടുക്കും. ഇതൊക്കെ കാണുമ്പോൾ തോന്നുക, ഈ മനുഷ്യരെക്കാളും അറിവ് മൃഗങ്ങൾക്ക് തന്നെയാണല്ലേ എന്ന്. അവരിലൊരാൾ പോയപ്പോൾ അവർ കാണിച്ച ആ സഹജീവി സ്നേഹം. ഈ കൂട്ടത്തിലൊരു ചോദ്യത്തിനും കൂടി ഉത്തരം കിട്ടി. സിനിമയിൽ ചോദിക്കുന്ന പോലെ ഈ നാട്ടിൽ ഇത്രയും കാക്കകൾ ഉണ്ടായിട്ടും ഷോക്കടിച്ച് ചത്തുപോകുന്ന കാക്കയല്ലാതെ വയസ്സായി ചാകുന്ന കാക്കയൊക്കെ എങ്ങോട്ട് പോകുന്നു? അവരും എവിടെയെങ്കിലും ഇതുപോലെ വീണു പോകുന്നുണ്ടായിരിക്കും അല്ലേ.